1201 മീനമാസത്തെ ജ്യോതിഷ ഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ഇടവക്കൂറിൽ ജനിച്ച ആൾക്കാരുടെ ഫലങ്ങളാണ്. അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും രോഹിണി നക്ഷത്രവും മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗവും ചേർന്നതാണ് ഇടവക്കൂർ എന്ന് പറയുന്നത്. ഈ കുറേ നാളുകളായി മുടങ്ങിക്കിടന്നിരുന്ന റിയൽ എസ്റ്റേറ്റ്, അതായത് ഭൂമി വ്യാപാരം, അത് ക്രമേണ അത് ഉണർന്ന് അത് ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. മന്നിപ്പെല്ലാം മാറി അത് ഒരു ബിസിനസ് ഉണർവിലേക്ക് ക്രമേണ വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വ്യാപാരം ഇനി നടക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫൈനാൻസ്, പ്രൈവറ്റ് ഫൈനാൻസേഴ്സ്, അത് ഈ ബാങ്കർ, അതായത് അങ്ങനെയൊക്കെയുള്ള പ്രൈവറ്റ് ഫൈനാൻസേഴ്സിനെല്ലാം തന്നെ ബിസിനസ് ധാരാളം നടക്കുന്ന ഒരു സമയമാണ്. കാരണം റിയൽ എസ്റ്റേറ്റിലേക്ക് വേണ്ടി പൈസ മറിക്കാൻ വേണ്ടിയൊക്കെ ഇവരെ ആശ്രയിക്കുമായിരിക്കാം. അങ്ങനെ ആയിരിക്കാം ലിങ്കായിട്ട് ആ ബിസിനസ് അങ്ങനെ കാണുന്നത്. അതുപോലെ ഔഷധ നിർമ്മാണ കമ്പനികൾക്ക്, ഔഷധ വിതരണ കമ്പനികൾക്കൊക്കെ നല്ലൊരു സമയമാണ്. അതുപോലെ ഇരുമ്പ് വ്യാപാരികൾക്ക്, ഇരുമ്പുരുക്ക് വ്യാപാരികൾക്ക്, സിമൻറ്റ് വ്യാപാരികൾക്ക്, ഇവർക്കൊക്കെ ഒരു നല്ല സമയമാണ് ഇപ്പം കാണുന്നത്. അതിൻ്റെ അർത്ഥവും റിയൽ എസ്റ്റേറ്റ് ഉണർന്ന് പ്രവർത്തിക്കും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ സ്വർണം മുതലായ, വെള്ളി മുതലായ ലോഹങ്ങൾ അതുകൊണ്ട് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നവർക്കും അതിൻ്റെ വ്യാപാരികൾക്കും ഒരു നല്ല സമയം വരുന്നുണ്ട്. ഇത് 12 രാശിയിലുമുള്ള ആൾക്കാർക്ക് ഗുണം കിട്ടുന്നൊരു സമയമാണ് ഈ മീനമാസത്തിൽ. അതുപോലെ ഈ പറഞ്ഞ തൊഴിലുകൾ, ഞാൻ മുൻപിൽ പറഞ്ഞ ഈ തൊഴിലുകൾ, റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ പണമായിട്ടുള്ള ബിസിനസ്, ഔഷധ നിർമ്മാണം, ഈ സ്വർണം, ഇരുമ്പ് ഉരുക്ക് വ്യവസായം, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് ആണെങ്കിൽ വളരെയധികം വിജയം അവർക്ക് കിട്ടും. ഇതിൽ പുതിയതായിട്ട് ഒരു ബിസിനസ് ഇങ്ങനെ റിയൽ എസ്റ്റേറ്റ് ഉണർന്നല്ലോ, അതുകൊണ്ട് ഇത് തുടങ്ങിക്കളയാമെന്ന് വിചാരിച്ചാൽ എത്രത്തോളം വിജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചെറിയൊരു വിജയം കിട്ടും എന്ന് മാത്രമേ പറയാൻ പറ്റൂ. അതുപോലെ നിലവിലുള്ളവർക്ക് ഇതിൻ്റെ പലതിൻ്റെയും ബ്രാഞ്ച് അവർക്ക് തുറക്കുന്നതിന് വേണ്ടി തടസ്സങ്ങൾ കാണുന്നില്ല. അതുപോലെ ജാതകത്തിൽ ജനിച്ചപ്പോൾ തന്നെ താഴെ പറയുന്ന യോഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് പൊതുജന പ്രവർത്തകരോ മന്ത്രിയോ കേന്ദ്രമന്ത്രിയോ ഒക്കെ ആകാൻ അവർക്ക് സാധിക്കും. അതായത് ആദിയോഗം എന്ന യോഗം ഉണ്ടെങ്കിലോ, അതല്ലെങ്കിൽ നീചഭംഗ രാജയോഗം, പഞ്ചപുരുഷ മഹായോഗം, മഹാപരിവർത്തന യോഗം, ഭരണ സാരഥ്യ യോഗം, ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇലക്ഷനിൽ ജയിച്ച് ഭരണ ചുമതലകളൊക്കെ ഏൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ശനീശ്വരൻ തുലാം, കുംഭം, മീനം രാശികളിൽ നിന്നാലും ഇലക്ഷന് ജയിക്കാൻ സാധ്യതയുണ്ട്. ഗുരു തനുരാശിയിലോ ഗുരുവും ശനിയും കൂടി നിന്നാലും ഒക്കെ ജയിക്കാൻ സാധ്യതയുണ്ട്. രാഹു 9ാം രാശിയിൽ നിന്നാലും തിരഞ്ഞെടുപ്പിൽ വിജയിക്കാം. സൂര്യൻ 3-11, ചന്ദ്രൻ 11, രാഹു 9 എന്നീ ഭാവം ഗുണമുള്ള രാശിയാണെങ്കിൽ അവിടെ നിന്നാലും തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ സാധിക്കും. 1ാം ഭാവാധിപൻ 4ാം ഭാവത്തിൽ നിന്നാലോ, 9ാം ഭാവാധിപൻ 4ൽ നിന്നാലോ, 9ാം ഭാവാധിപൻ 10ൽ നിന്നാലോ, 11ാം ഭാവാധിപൻ 5ൽ നിന്നാലോ ഗുണമുള്ള രാശിയാണെങ്കിൽ തീർച്ചയായിട്ടും മന്ത്രി വരെ ആകാൻ സാധിക്കും. പഞ്ചപുരുഷ മഹായോഗം ഉണ്ടായാൽ സംസ്ഥാനത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിയാകാം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മന്ത്രിസ്ഥാനങ്ങൾ വഹിക്കാം, അതല്ലെങ്കിൽ കേന്ദ്രമന്ത്രിയാകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അതേപോലെ തന്നെ തൊഴിൽ പ്രശ്നങ്ങൾ എന്തെന്നാൽ പലർക്കും പഠിച്ചിട്ട് വിദ്യാഭ്യാസം നേടിയിട്ട് അവർക്കൊരു തൊഴിൽ, അവർ പഠിച്ച ഇതിനൊരു തൊഴിൽ കിട്ടുന്നില്ല. പലരും ചെയ്യുന്നത് പല തൊഴിലുകളാണ്, പഠിച്ച തൊഴിലുകളെല്ലാം ഉന്നത വിദ്യാഭ്യാസമുണ്ട്. ഇതിൻ്റെ ഒരു കാരണം ജാതകത്തിൽ ഇതിൻ്റെ ജ്യോതിഷ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്, ഏതൊരു ജാതകത്തിലും ഓരോരുത്തരുടെയും തൊഴിലുകൾ കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ എന്ത് തൊഴിൽ പഠിക്കണം, എന്ത് വിദ്യാഭ്യാസം നേടണം, ഏത് കൈത്തൊഴിൽ പഠിക്കണം എന്നൊക്കെ വിശദമായി പറയുന്നുണ്ട്. അങ്ങനെ ആ നിർദ്ദേശപ്രകാരം ഉള്ളത് അത് ജാതകം പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം 10ാം ക്ലാസ് കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾ കുട്ടികളുടെ ജാതകത്തിൽ വിശ്വാസമുള്ളവർ അത് പരിശോധിച്ചിട്ട് അതിൻ്റെ തൊഴിൽ സ്ഥാനവും വിദ്യാഭ്യാസവും കൈത്തൊഴിലൊക്കെ മനസ്സിലാക്കിയിട്ട് ആ കുട്ടിയുടെയും കൂടി അഭിപ്രായം ചോദിച്ച് കുട്ടിക്ക് ഏതാണോ ഇൻട്രസ്റ്റ്, അവൻ എന്താണോ അവന് കൂടുതൽ താല്പര്യം, ആ വിഷയങ്ങൾ എടുക്കുക. ആരും ഒരിക്കലും കുട്ടികളെ നിർബന്ധിച്ചോ മറ്റുള്ളവരുടെ ഒരു ഫോഴ്സിന് വഴങ്ങിയോ കുട്ടിയെ ഒരു കോഴ്സും പഠിപ്പിക്കരുത്. കുട്ടിയുടെ ആശ ഇതെല്ലാം കണക്കിലെടുക്കേണ്ടതാണ്. അവൻ്റെ ഭാവി ഗുണമുള്ളതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ വിവാദങ്ങളിൽ വിജയിക്കുന്നതിനുള്ള ഒരു സാധ്യത ഈ മാസം കാണുന്നുണ്ട്. എന്തെങ്കിലും രീതിയിലുള്ള തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ജയിക്കാൻ സാധിക്കും. തീർത്ഥാടനം നടത്താൻ സാധ്യതയുണ്ട്. ഇതുവരെ പോകാൻ ആഗ്രഹിച്ചിട്ട് പോകാൻ സാധിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ തീർത്ഥാടനം ചെയ്യാൻ ഒരു ഭാഗ്യമുണ്ട്. ഉദരരോഗത്തിന് ഒരു ശമനം ഉണ്ടാകാം. പല വിധത്തിലുള്ള ധനലാഭം ഉണ്ടാകാം. ശത്രുക്കൾ ശല്യം ചെയ്യുന്നത് നിർത്തിവെക്കാം. ഭാര്യയിൽ നിന്ന് സന്തോഷവും സമാധാനവും ലഭിക്കാം. ഉദ്യോഗാർത്ഥികൾക്കും പൊതുപ്രവർത്തകർക്കും പ്രൊമോഷൻ ലഭിക്കുന്നതിന്, സ്ഥാനക്കയറ്റം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ശുഭകർമ്മങ്ങൾ ചെയ്യുക. ഈ സമയം സർവ്വ ഐശ്വര്യങ്ങൾ ലഭിക്കുന്നൊരു സമയമാണ്. പ്രതാപം ലഭിക്കും.
അതുപോലെ തന്നെ പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് വിവാഹം മൂലമോ അല്ലാതെയോ ഒക്കെ അത് നടക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഇണയെ കണ്ടുപിടിക്കാനും വിവാഹ നിശ്ചയമോ വിവാഹമോ നടക്കുവാനുള്ള സാധ്യതയും കൂടി കാണുന്നുണ്ട്. അതുപോലെ ചില ഗ്രഹങ്ങൾ മോശം സ്ഥാനത്ത് നിൽക്കുന്നതിനാൽ ചില മോശഫലങ്ങളും പ്രതീക്ഷിക്കാം. അലച്ചിലുണ്ടാകാം. അശ്രദ്ധ കാണിച്ചാൽ അപകീർത്തി ഉണ്ടാകുന്നതിന് ഒരു സാധ്യതയുണ്ട്. ചീത്ത കൂട്ടുകെട്ടുകൾ കൊണ്ട് കഷ്ടങ്ങൾ വരാനും സാധ്യതയുണ്ട്. ബന്ധുക്കൾക്ക് ചില ദുരിതങ്ങൾ വരാം. മനസ്സിന് അസ്വസ്ഥത വരാനും സാധ്യതയുണ്ട്. അശ്രദ്ധ കാണിച്ചാൽ ഭൂമി, അതായത് ഭൂസ്വത്ത് നഷ്ടമാകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. അമ്മയ്ക്കും അച്ഛനും രോഗങ്ങൾ വരുന്നതിനും ഒരു സാധ്യത കാണുന്നുണ്ട്. ഇനി ഓരോ നക്ഷത്രക്കാരുടെയും, അതായത് ഇടവക്കൂറിൽ ജനിച്ച ഓരോ നക്ഷത്രക്കാരുടെയും പ്രായത്തിനനുസരിച്ചാണ് പറയുന്നത്. ആദ്യം കാർത്തിക നക്ഷത്രക്കാരുടെയാണ്. 10 വയസ്സ് വരെയുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് ശാരീരികപരമായി അവർക്ക് ഒരു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു സമയമല്ല. അവർക്ക് സ്വർണം, വെള്ളി മുതലായ ലോഹങ്ങൾ, ആഭരണങ്ങൾ സമ്മാനങ്ങളായി കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. 10 വയസ്സ് മുതൽ 17 വയസ്സ് വരെയുള്ളവർക്ക് ഒരു സർജറി നടക്കേണ്ട ഒരു സാധ്യത കാണുന്നുണ്ട്. ചില ദുർനടപടികൾ നിമിത്തം, അതായത് കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ ഈ ചെറിയ പ്രായത്തിൽ തന്നെ പോലീസ് പരാതി അല്ലെങ്കിൽ കോടതി നടപടികളൊക്കെ ഉണ്ടാവാനും ഒരു സാധ്യതയുണ്ട്. രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുക. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ ഉള്ളവർക്ക് ചില ആപത്തുകൾ കാണുന്നുണ്ട്. അത് ധനനാശം വരാം. ഉറ്റ ബന്ധുക്കൾ ആരെങ്കിലും മരണപ്പെടാനോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക്, ദൂരസ്ഥലത്തേക്ക് പോകുന്നതിനൊരു സാധ്യത കാണുന്നുണ്ട്. കാരണം എന്തിനും ഏതിനും കൂടി ഒരാളായിട്ടും ഏതിനും ഒരു സഹായമായിരുന്ന ഒരാളാണ് അങ്ങനെ നമ്മൾ വേർപിരിഞ്ഞു പോണത്. അതിനുള്ളൊരു മനപ്രയാസം ഉണ്ടാകാം. ഒരുപക്ഷെ ഈ സമയത്ത് തന്നെ ചിലർ മദ്യത്തിനും മറ്റു മയക്കുമരുന്നുകൾക്കൊക്കെ ഉപയോഗിക്കാൻ സാധ്യത. ഒരിക്കലും അത് ഉപയോഗിക്കരുത്. അതിനടിമയായ രക്ഷപ്പെടാൻ സാധ്യതയില്ല. 35 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതുവരെ അവർക്ക് നഷ്ടമായത്, കുറച്ച് നഷ്ടം വന്നല്ലോ ഈ കുറച്ച് ദിവസം കൊണ്ട്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെ കുറച്ച് നഷ്ടം വന്നിട്ടുണ്ട്. അതെല്ലാം വീണ്ടെടുക്കേണ്ട ഒരു സമയമാണ്. ധനവും ഐശ്വര്യങ്ങളെല്ലാം അവർക്ക് വീണ്ടെടുക്കാനും ആത്മീയതയിലേക്ക് പ്രവേശിക്കുവാൻ അവർക്ക് സാധിക്കും. അങ്ങനെ മനസ്സിനൊരു സ്വസ്ഥതയും കിട്ടും. തൊഴിലിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടുന്നു. 51 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് സൂക്ഷിച്ചില്ലെങ്കിൽ ചില അപവാദങ്ങൾ കേൾക്കാം. അത് അസൂയാലുക്കളായിട്ടുള്ള ആൾക്കാർ, സുഹൃത്തുക്കളാകാം, ബന്ധുക്കളാകാം. അവരത് പറഞ്ഞു വരുത്തി നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ, മാനസിക പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. മരണഭയം വരെ വരാം. അതുപോലെ ജോലി സംബന്ധമായോ അല്ലാതെയോ ദമ്പതിമാരിൽ ആരെങ്കിലും ഒരാൾ വളരെ ദൂരത്തേക്ക് താമസത്തിന് ജോലി സംബന്ധിച്ച് പോകാനോ അങ്ങനെ അകന്നിരിക്കാനോ അല്ലെങ്കിൽ അവർ തമ്മിൽ വഴക്കുകൂടി പിരിഞ്ഞു പോകാനോ ഒരു സാധ്യത കാണുന്നുണ്ട്. അന്യനാട്ടിലേക്ക് പോകാനും ഒരു സാധ്യത കാണുന്നുണ്ട്. വാദം പോലുള്ള അസുഖങ്ങൾ വരാനും സാധ്യത കാണുന്നുണ്ട്. 71 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് വിചാരിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുന്ന ഒരു സമയമാണ്. വയറിനൊരു പ്രശ്നം വന്നേക്കാം. അതിസാരം അല്ലെങ്കിൽ ദഹന പ്രക്രിയകൾക്കുള്ള തടസ്സങ്ങൾ വരാനൊരു സാധ്യത കൊണ്ട് അത് മാത്രമേ കാണുന്നുള്ളൂ. അടുത്ത രോഹിണി നക്ഷത്രക്കാരുടെയാണ് പറയുന്നത്. 8 വയസ്സ് വരെയുള്ള രോഹിണി നക്ഷത്രക്കാർക്ക് ചെറിയ രീതിയിൽ ഒരു സർജറി വേണ്ടി വന്നേക്കാം. അതുപോലെ ആസ്മ, ശ്വാസം മുട്ടൽ, അലർജി, കഫം പോലുള്ള ചെറിയ അസുഖങ്ങൾ ആ ബാല്യകാലത്തുണ്ടാകാം. 8 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക് ബന്ധുക്കൾക്കും ഒക്കെ ചില ആപത്തുകൾ വരാം. അത് ദൂരയാത്രകൾ ചെയ്യേണ്ടതായിട്ടും വരാം. അതുപോലെ 26 വയസ്സ് മുതൽ 42 വയസ്സ് വരെ ഉള്ളവർക്ക് ഇത്രയും കാലം അനുഭവിച്ച ആ ഒരു കഷ്ടപ്പാടുകൾക്കൊക്കെ പരിഹാരമായിക്കൊണ്ട് വളരെയധികം ഗുണഫലങ്ങൾ കിട്ടുന്ന ഒരു സമയമാണ്. 42 വയസ്സ് മുതൽ 61 വയസ്സ് വരെ ഉള്ളവർക്ക് ചില അസൂയാലുക്കളുള്ള ആൾക്കാർ അപവാദം പറഞ്ഞു പരത്തുകയും അതുമൂലം ചില പോലീസ് കേസുകളോ കോടതി നടപടികളോ വരാനൊരു സാധ്യതയുണ്ട്. പക്ഷേ അതൊക്കെ നിങ്ങൾ നിരപരാധിയാണെന്ന് കണ്ട് വിട്ടയക്കാനും അതിന് സാധ്യത കാണുന്നുണ്ട്. 61 വയസ്സ് മുതൽ 78 വയസ്സ് വരെ ഉള്ളവർക്ക് കഴിഞ്ഞ കാലം അനുഭവിച്ച കുറച്ച് ഈ വിഷമം, കോടതി വിഷമങ്ങളും മറ്റുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അതെല്ലാം മാറിക്കിട്ടുന്ന ഒരു സമയമാണ്. കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ മാറിക്കിട്ടി പരിഹാരമായി സകലവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ്സും കൊടുത്ത് വളരെയധികം വാർദ്ധക്യകാലം സുഖമായി ജീവിക്കേണ്ട ഒരു ഭാഗ്യവും കൂടി അവർക്ക് കാണുന്നുണ്ട്. അടുത്ത് മകയിരം നക്ഷത്രക്കാരുടെയാണ് പറയുന്നത്. 18 വയസ്സ് വരെയുള്ള മകയിര നക്ഷത്രക്കാർക്ക് ബന്ധുക്കളിൽ ആരെങ്കിലുമോ ഉറ്റമിത്രമോ ഒക്കെ മരണപ്പെടാനൊരു സാധ്യതയുണ്ട്. കാരണം ഇവരെ ഏറ്റവും കൂടുതൽ ബാല്യകാലത്തൊക്കെ അവരെ സ്നേഹിച്ചിരിക്കുകയും കുട്ടിക്കാലത്ത് അവരെ വളരെയധികം ശുശ്രൂഷിക്കുകയും അവർക്ക് ആശ്വാസം കൊടുക്കുകയും അവരെ താലോലിക്കുകയൊക്കെ ചെയ്ത ഒരാൾക്കാരുടെ ഒരു മരണം അവർക്ക് വലിയ ദുഃഖമുണ്ടാക്കാം. അതുപോലെ തന്നെ അവർക്ക് അന്യനാട്ടിലേക്ക് താമസം മാറുന്നതിന് ഒരു സാധ്യത കൂടി കാണുന്നുണ്ട്. 18 വയസ്സ് മുതൽ 34 വയസ്സ് വരെ ഉള്ളവർക്ക് പ്രതീക്ഷിച്ചതിലും കൂടുതൽ ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കാൻ ഒരു സാധ്യത കാണുന്നുണ്ട്.
അതുമൂലം അതനുസരിച്ചുള്ള തൊഴിൽ ലഭിക്കുന്നതിനും അവർക്ക് സാധ്യതയുണ്ട്. അതുപോലെ ഇഷ്ടപ്പെട്ട ജോഡിയെ കണ്ടുപിടിച്ച് വിവാഹം കഴിക്കുന്നതിനും സന്താന ഭാഗ്യം ഉണ്ടാകുന്നതിനും ഈ സമയം അവർക്ക് ഭാഗ്യം അനുകൂലമാണ്. 34 വയസ്സ് മുതൽ 53 വയസ്സ് വരെ ഉള്ളവർക്ക് അസൂയാലുക്കളായിട്ടുള്ള ആൾക്കാരോ ശത്രുക്കളോ കുറേ അപവാദങ്ങളൊക്കെ പറഞ്ഞു വരുത്താം. ചെയ്യാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്തി അങ്ങനെ നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് എൻ്റെ മനസ്സിലൊരു വിഷമം തന്നെ ഉണ്ടാകും. കൂടി നിന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ പറഞ്ഞല്ലോ അല്ലെങ്കിൽ ചെയ്തല്ലോ എന്നൊക്കെ ഒരു മനോവിഷമം ഉണ്ടാകാം. അത് മൂലം നിങ്ങൾ അന്യദേശത്തേക്ക് താമസം മാറാനും ഒരു സാധ്യത കാണുന്നുണ്ട്. 53 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്ക് ആഗ്രഹിക്കുന്ന മനസ്സമാധാനം അവർക്ക് തീർച്ചയായിട്ടും ലഭിക്കും. ബുദ്ധി നേർഗതിയിലാകും. നേരെ എല്ലാം ചിന്തിക്കാനും കാര്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനും അവർക്ക് ഒരു കഴിവ് ലഭിക്കുന്നു. അതുപോലെ തന്നെ ശാരീരിക അസുഖങ്ങൾ അല്പസ്വല്പം ഉണ്ടെങ്കിൽ തന്നെയും വേറെ പ്രശ്നങ്ങളൊന്നും അവർക്കില്ല. 70 വയസ്സ് മുതൽ 77 വയസ്സ് വരെ ഉള്ളവർക്ക് ചില വാർദ്ധക്യസഹജമായ അസുഖങ്ങൾ ഉണ്ടാകുന്നത് ഒഴിച്ചാൽ വേറെ രീതിയിൽ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അവർക്ക് സാമ്പത്തികമായിട്ടും എല്ലാം അവർക്ക് വളരെ നല്ലൊരു ഇതാണ് കാണുന്നത്. ഇവിടെ പ്രവചിച്ചത് സാമാന്യ ഫലങ്ങൾ മാത്രമാണ്. കൃത്യമായ ജ്യോതിഷ പ്രവചനങ്ങൾക്ക് ജാതക പരിശോധന കൂടി ആവശ്യമാണ്. നിങ്ങൾക്കുള്ള ജ്യോതിഷപരമായോ പൂജാപരമായോ മുഹൂർത്തപരമായോ വാസ്തുപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എൻ്റെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വരുന്ന മീനമാസത്തിൽ ഭഗവാൻ സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ് ആയുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ നൽകുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.